ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പൊതുവേ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ പറയാനുള്ളൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ഫുഡ് കുക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോൾ ഒരു ചെറിയ കൊച്ചുണ്ട്. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു 4-5 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് കുക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ടൈം സേവ് ചെയ്ത് പോകാനും പറ്റുന്നത്, നമുക്ക് നമ്മുടെ ആ ഒരു മീൽ പ്ലാനിലോട്ട് സ്റ്റിക്ക് ചെയ്ത് പോകാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങളുടെ ബാച്ച് കുക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ഈസി മീലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മീലിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ആണ് കേട്ടോ. അതായത് ഒരു സെർവിങ്ങിന് ഈ മീലിൽ 33 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 38 ഗ്രാം കാർബ്സ് ഉണ്ട്, 17 ഗ്രാം ഫാറ്റ് ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ കാലറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒരു സെർവിങ്ങിന് 200 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ കണക്കിന്, ഇപ്പം നിങ്ങൾ 4 സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 800 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ, 5 സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കിലോ സ്വീറ്റ് പൊട്ടറ്റോ, അത് നന്നായിട്ട് തൊലി കളഞ്ഞ് അത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഒരു സെർവിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ 4 സെർവിങ്ങിന് എടുത്തിരിക്കുന്ന കാരണം കൊണ്ട് 800 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ ആവി കയറ്റാൻ വച്ചിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് സാധാരണ ഉരുളക്കിഴങ്ങാണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി 4 സെർവിങ്ങിനായതുകൊണ്ട് തന്നെ ഞാൻ 4 കഷ്ണം മീനിൻ്റെ ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഫില്ലറ്റും ഏകദേശം 120 ഗ്രാം വരുവേ. ഇനി അതിൽ ജസ്റ്റ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ആ ഒരു ബേക്കിംഗ് പേപ്പറിൽ ജസ്റ്റ് ഒരു തുള്ളി ഓയിലൊന്ന് കൈകൊണ്ടൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്, അത് സ്റ്റിക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളൊക്കെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് അവനിലോട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ പോകാം കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിലുള്ളവരാണ് ഇതുപോലെ ബേക്ക് ചെയ്യാൻ സൗകര്യമൊന്നുമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ ചേർത്ത് ഇത് വറുത്തെടുത്താലും മതിയാകും. ഇനി ആ മീനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും, ആ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത് ബ്രോക്കോളിയാണ്. ഞാൻ ഒരു സെർവിങ്ങിന് 100 ഗ്രാം ബ്രോക്കോളി എന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 സെർവിങ്ങിന് ഒരു 400 ഗ്രാം ബ്രോക്കോളി കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇതുപോലെ ആവി കയറ്റാൻ വച്ചിരിക്കുകയെന്നാണ്. അത് കറക്റ്റ് 6 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രോക്കോളിയുടെ ടേസ്റ്റൊക്കെ പോകും, അതിൻ്റെ ക്രഞ്ചി പരുവൊക്കെ പോകും. അതായത് വെള്ളം തിളച്ചതിന് ശേഷം ബ്രോക്കോളി ചേർത്ത് 6 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇത് 400 ഗ്രാം എന്നുള്ളത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും പച്ചക്കറിയല്ലേ. പിന്നെ ബ്രൊക്കോളി തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ബീൻസോ ഏത് വെജിറ്റബിളാണോ ഇതുപോലെ ജസ്റ്റ് സ്റ്റീം ചെയ്ത് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ ഉരുളക്കിഴങ്ങാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഞാനൊന്ന് ജസ്റ്റ് ഫോർക്ക് കുത്തിയോ നോക്കിയാണ് അതിൻ്റെ ആ ഒരു കണക്കെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ മാഷ് ചെയ്യാൻ പോവാണ്. മാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഒരു സെർവിങ്ങിന് 10 ഗ്രാം ബട്ടർ വെച്ച് 4 സെർവിങ്ങിന് 40 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആ ബട്ടർ എടുത്തിരിക്കുന്ന ആ പാത്രത്തിലോട്ട് ഞാനിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഇവിടെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടറ്റോ നല്ല ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സാധാരണ ഇത് നന്നായിട്ട് വെന്തേക്കുന്ന കാരണം കൊണ്ടേ നമ്മുടെ നല്ല എന്താ പറയുക ചപ്പാത്തി പരത്തുന്ന കോലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്താലും മതിയാകും, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇത് വെച്ചൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബട്ടറൊക്കെ ഈ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് എന്താ പറയുക നല്ല പേസ്റ്റ് കണക്കിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടും ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നോക്കിയേ, നമ്മുടെ ഈ ഒരു മീലിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഞാൻ 4 സെർവിങ്ങിനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം 4 ദിവസത്തേക്ക് ഓരോ മീലിനും വെച്ചായിരിക്കും എടുക്കുന്നത്. അതൊരു നല്ല ബോക്സിലാക്കി അടച്ചു വച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിനി ഫ്രിഡ്ജിൽ കയറ്റാനുള്ളത് കൊണ്ട് തന്നെ. ഇനി ഈ സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ബ്രോക്കോളി, അത് ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് 6 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും. ബ്രോക്കോളിയും റെഡിയായി. ഇനി ഞാൻ ബ്രോക്കോളിയും ഇതുപോലെ നല്ലൊരു ടിഫിൻ ബോക്സിൽ ഇതുപോലെ അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക ചുമ്മാ തുറന്നൊന്നും വച്ചേക്കരുത്, നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലെടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മീനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മീനും ഇതുപോലെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. മീൻ ഇത് സാൽമൺ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമ്മളൊരു ജസ്റ്റ് അതിലൊന്ന് എന്താ പറയുക ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിലും അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ ഓയിൽ ഇറങ്ങി നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിക്കാൻ നേരത്തെ എങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്.
അതായത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോന്ന് ഒരു പോർഷൻ എടുത്തു, നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയിൽ നിന്ന് ഒരു പോർഷൻ എടുത്തു, പിന്നെ നമ്മൾ ബേക്ക് ചെയ്ത മീനിൽ നിന്നും ഒരു പോർഷൻ എടുത്തു. ഇത് മൊത്തം കുക്ക് ചെയ്യാനുണ്ടല്ലോ 1/2 മണിക്കൂർ മതിയാവും. ഇപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു മീനൊക്കെയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അത് ജസ്റ്റ് ആ ഉപ്പും മഞ്ഞപ്പൊടി എടുത്ത് അവനിലോട്ട് വയ്ക്കുക. അപ്പോൾ തന്നെ ബ്രൊക്കോളി ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് സ്റ്റീം ചെയ്യാൻ വയ്ക്കുക. ആ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ തൊലി കളഞ്ഞ് നുറുക്കുന്നത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു പണിയായിട്ടുള്ളതുള്ളൂ. നിങ്ങൾക്ക് ഒട്ടും ടൈമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് 4 ദിവസത്തേക്കുള്ള മീൽസ് ഇതേ സോർട്ട് ചെയ്യാം. നല്ല ഈസിയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.